ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സിബുസ് കൊറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതൊന്ന് ചിരണ്ടിയെടുക്കണം. നമ്മൾ ക്യാരറ്റൊക്കെ ചിരണ്ടിയെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കപ്പ് ചിരണ്ടിയെടുക്കാം. അപ്പോൾ കപ്പ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാനൊന്ന് ചൂടാക്കി എടുക്കണം. പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ റവ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതോടെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്തെടുത്തിട്ടുള്ള ഒരു റവ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചിരണ്ടി എടുത്തിട്ടുള്ള കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. മുട്ടയും പഞ്ചസാരയും എല്ലാതും ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. ഇനി സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുളയായിട്ട് കിട്ടുകയാണെങ്കിലാണ് ഇതിൻ്റെ കറക്റ്റ് പരിവെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചേർക്കുന്ന സമയത്ത് പഞ്ചസാരയുടെ അളവോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയുടെ ആ ഒരു അളവോ മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് ഇത് ലൂസായിട്ട് വരാം. അപ്പോൾ ലൂസായിട്ട് വരുന്ന സമയത്തുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മൈദയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ടൈറ്റാക്കി എടുക്കുക. ഇനി അടുത്തായിട്ട് ചൂടായിട്ട് നിൽക്കുന്ന എണ്ണയിലേക്ക് ഇത് നമ്മൾ ഇങ്ങനെ ബോൾസായിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗത്തേക്കൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിവിടെ 2 ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.